ഹായ് ആൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ അഞ്ജലി കൃഷ്ണൻ. അപ്പോൾ നമുക്കറിയാം കമ്പനി ബോർഡ് LGSന്റെ എക്സാം വരും നോട്ടിഫിക്കേഷൻ വരും എന്നൊക്കെ നമ്മൾ കുറേ കാലങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ PSCയുടെ ഭാഗത്ത് നിന്ന് നമുക്കൊരു ഇൻഫർമേഷൻസ് കിട്ടിയിട്ടുണ്ട്. അതായത് നമുക്ക് ഇതിനോടൊപ്പം തന്നെ നവംബർ അല്ലെങ്കിൽ ഡിസംബർ ഒക്കെ വരാം എന്നൊക്കെ ഉള്ള ഒരു ഊഹമുണ്ട്. അപ്പോൾ നമുക്കത് കൺഫേം ആയിട്ടുണ്ട്. കമ്പനി കോർപ്പറേഷൻ ലാസ്റ്റ് ഗ്രേഡ് വിജ്ഞാപനം ഉടൻ അല്ലേ, നവംബറിൽ പ്രതീക്ഷിച്ചേക്കാം അല്ലേ. നവംബർ എന്ന് പറയുമ്പോൾ ഏതാണ്, ഈ മാസം തന്നെ നമുക്ക് പകുതിയോളമായി. നവംബർ എന്ന് പറയുമ്പോൾ നെക്സ്റ്റ് മന്ത് ആണ്. ഇവിടെ കമ്പനി ബോർഡ് കോർപ്പറേഷനുകളിൽ അസിസ്റ്റന്റ് വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചതിന് പിന്നാലെ ഈ സ്ഥാപനങ്ങളിൽ ലാസ്റ്റ് ഗ്രേഡ് സെർവന്റ് നിയമനത്തിനുള്ള വിജ്ഞാപനം PSCയിൽ തയ്യാറാക്കിയിട്ടുണ്ട്. അത് നവംബറിലാണ് വരുന്നത്. അപ്പൊ 7ാം ക്ലാസ് ജയമാണ് അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത വരുന്നത്. ഉയർന്ന യോഗ്യതയുള്ളവർക്കും തസ്തികയിൽ അപേക്ഷിക്കാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് ഇതുവരെ നമുക്ക് എത്രത്തോളം നിയമനം വരുന്നു എന്നൊക്കെ നമുക്കൊരു കറക്റ്റ് ബോർഡിൽ കൊടുത്തിട്ടുണ്ട്. 2426 നിയമന ശുപാർശയാണ് നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ഇതിന് മുന്നത്തെ നമുക്ക് കുറച്ചധികം എന്തൊക്കെയാണ് അതിന്റെ ക്വാളിഫിക്കേഷൻസ്, എത്രത്തോളമാണ് അവിടെ നോട്ടിഫിക്കേഷൻ വന്ന് അഡ്വൈസ് എത്രത്തോളമാണ് പോയിരിക്കുന്നത് നോക്കാം. അപ്പൊ ഇവിടെ നെയിം ഓഫ് ദ ഫേം എന്ന് പറയുന്നത് വേരിയസ് ഗവൺമെന്റ് ഓണേഡ് കമ്പനീസ് കോർപ്പറേഷൻ ബോർഡ് ലാസ്റ്റ് ഗ്രേഡ് സെർവന്റ്, അതായത് അതിന്റെ നെയിം ഓഫ് പോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് സ്കെയിൽ ഓഫ് പേ ആസ് പ്രിസ്ക്രൈബിൾ ഓഫ് ദ പോസ്റ്റ് ബൈ ദ കമ്പനി കോർപ്പറേഷൻ ബോർഡ് കൺസേൺഡ്. അവരുടെ ആ ഒരു സ്കെയിൽ ഓഫ് പേ അവർ പറയുന്നത് സ്കെയിൽ ഓഫ് പേ ആണ് വരുന്നത്. അതിൽ നമുക്ക് ചിലപ്പോൾ മാറ്റങ്ങൾ വരാം അല്ലെ. ഇനി വേക്കൻസി എന്ന് പറയുന്നത് ആന്റിസിപ്പേറ്റഡ് വേക്കൻസി ആണ്. ഇനി ഏജ് എന്ന് പറയുന്നത് 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയാണ് നമുക്ക് ഏജ് വരുന്നത്, നോർമൽ ഏജ് വരുന്നത്. ഇനി അതിന്റെ ക്വാളിഫിക്കേഷൻ വരുന്നത് പാസ് ഇൻ സ്റ്റാൻഡേർഡ് 7 അല്ലെ, 7 ക്ലാസ് പാസ്സായ ഓർ ഈക്വിവാലന്റ്. ഇനി അതുകൂടാതെ നമുക്ക് നോളജ് ഓഫ് ദ സൈക്ലിംഗ് വിമൻ ആൻഡ് DA കാൻഡിഡേറ്റ്സ് ആർ എക്സെപ്റ്റഡ് ദ നോളജ് ഓഫ് സൈക്ലിംഗ് പറയുന്നുണ്ട്. ഇനി നെക്സ്റ്റ് വരുന്നത് കാറ്റഗറി നമ്പർ ആണ്. കഴിഞ്ഞ വർഷത്തെ കാറ്റഗറി, കഴിഞ്ഞ തവണ എക്സാം നടന്നതിന്റെ കാറ്റഗറി 609/2021 ആണ്. ഇവിടെ ഗസറ്റഡ് നോട്ടിഫിക്കേഷൻ ഡേറ്റ് വന്നിരിക്കുന്നത് 2021 നോട്ടിഫിക്കേഷൻ വന്നു. എക്സാം വന്നിരിക്കുന്നത് 2023 എക്സാം വന്നിരിക്കുന്നത്. ഇനി കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 76.67 ആണ് ഇവിടെ കട്ട് ഓഫ് വരുന്നത്. 76.67. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്യണം. കട്ട് ഓഫ് 76.67. ഇനി ഷോർട്ട് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിരിക്കുന്ന 29/9/2023 ഷോർട്ട് ലിസ്റ്റ് അവിടെ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഇനി റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് 12/1/2024 റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഇൻ മെയിൻ ലിസ്റ്റ്, ആ സമയത്ത് നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് എന്ന് പറയുന്നത് 4038 ആണ് മെയിൻ ലിസ്റ്റിൽ വരുന്നത്. സപ്ലിമെന്ററി ലിസ്റ്റിൽ 4055 പേരാണ് സപ്ലിമെന്ററി ലിസ്റ്റിൽ വന്നിരിക്കുന്നത്. ഇനി ടോട്ടൽ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് എന്ന് പറയുന്നത് ഷോർട്ട് ലിസ്റ്റിൽ 8213 പേര് ടോട്ടൽ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഇൻ ദ ഷോർട്ട് ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു നമ്പേഴ്സ് ഒക്കെ ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ഇതൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് വരണം. അപ്പോൾ നമുക്കിവിടെ ഇപ്പോഴേ പഠിച്ചു തുടങ്ങാം അല്ലേ. അതായത് ഇതിന്റെ അർത്ഥം നമുക്ക് അതിന്റെ കട്ട് ഓഫ് ഒക്കെ നോക്കിയാൽ അറിയാം. അത്യാവശ്യം നല്ല രീതിയിൽ കട്ട് ഓഫ് ഉണ്ട്. 70 അല്ലെ സംതിങ് എബവ് ആണ് കട്ട് ഓഫ് വരുന്നത്. ഇപ്പോഴേ തൊട്ട് നമുക്ക് പഠിച്ചു തുടങ്ങാനുള്ള ടൈമാണ്. നവംബറിൽ എക്സാം നോട്ടിഫിക്കേഷൻ വന്നു. ഇനി ഒരു 6 മാസം എക്സാമിന് സമയമുണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഒന്നും നമ്മൾ വെറുതെ ഇരിക്കേണ്ട. കാരണം നല്ല ടൈറ്റ് ആയിട്ടുള്ള ഒരു എക്സാം, ഒരു കോമ്പറ്റീഷൻ തന്നെ ആയിരിക്കും ഇത്. കാരണം എല്ലാവരും കാത്തിരിക്കുന്ന ഒരു ഏരിയ ആണ്, അല്ലെങ്കിൽ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു പോസ്റ്റ് ആണ്. അപ്പോൾ ഇപ്പോഴേ തൊട്ട് ജോയിൻ ചെയ്യാം. അപ്പൊ ഇവിടെ നമുക്ക് ഡെയിലി ഗ്രൂപ്പ് ആക്ടിവിറ്റീസ്, ഒരു മെന്ററിന്റെ സഹായത്തോടു കൂടി, ഒരു വാട്സപ്പ് ഗ്രൂപ്പിന്റെ സഹായത്തോടു കൂടിയാണ് നിങ്ങൾ പഠിക്കുന്നത്. ഇവിടെ നമുക്ക് റെക്കോർഡിംഗ് ക്ലാസ്സുകൾ, PDF നോട്ട്സ്, അതുകൂടാതെ PYQs ഒക്കെ ചെയ്ത് നോക്കാനായിട്ടുള്ള ആ ഒരു ഇതുണ്ട്. ആ ഒരു കോഴ്സിൽ നമുക്ക് അവൈലബിൾ ആണ്. അതുകൂടാതെ വീക്ക്ലി എക്സാംസുകളും സ്പെഷ്യൽ മെന്റർഷിപ്പ് പ്രോഗ്രാംസുകളും വീക്ക്ലി ലൈവ് ക്ലാസ്സുകളും ടൈം ടേബിൾ ബേസ് ചെയ്ത് നമ്മൾ പഠിക്കുന്നത്. സിലബസ് ഓറിയന്റഡ് ആയിട്ട് ടൈം ടേബിൾ ബേസ് ചെയ്ത് തന്നെയാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. അതുകൂടാതെ എക്സ്ട്രാ ലൈവ് ക്ലാസ്, എക്സാം ഒക്കെ ആകാറാകുമ്പോഴത്തേനും എക്സ്ട്രാ ലൈവ് ക്ലാസ്സുകൾ, PDF നോട്ട്സുകൾ, ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ്, ഇതെല്ലാം നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ ഇതാണ് 8590202323 എന്ന് പറയുന്ന നമ്പർ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ, ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും മറ്റ് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കോൺടാക്ട് ചെയ്യാൻ പറ്റും. നമ്പർ ഒന്നുകൂടി ഓർത്ത് വയ്ക്കുക, 8590202323. അപ്പോൾ എല്ലാവരും മടിക്കരുത്, കോൺടാക്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. മറ്റുള്ള കുട്ടികളിൽ അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് ഇതൊന്ന് ഷെയർ ചെയ്യാൻ മടിക്കരുത്. താങ്ക് യു.